പ്രിയപ്പെട്ട നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സത്യം എന്തെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അത് നാട്ടിലിപ്പോൾ ഈ കൂണ് മുളയ്ക്കുന്നത് പോലെ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ന് ഫിലിം ഫീൽഡിലുള്ള എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഈ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് എല്ലാവരും ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്കാവുന്നുണ്ട്. അവിടെ പോയി ട്രാൻസ്പ്ലാന്റേഷൻ പോകണം, ഏതാണ് നല്ല ഹോസ്പിറ്റൽ ഒന്നും അന്വേഷിക്കാതാണ് ഇവർ ഓരോരുത്തരും അവിടേക്ക് എത്തുന്നത്. ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസോ ഒന്നും നോക്കാതാണ് ഇത് അവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഇത് അനസ്തേഷ്യ പോലുള്ള സംഭവം കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ചെറിയൊരു സർജറി തന്നെയാണ്. അപ്പം ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിയുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഷുഗർ പ്രഷർ ഉള്ള ആൾക്കാരെ ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ നോർമൽ ആകാതെ ചെയ്യാൻ പാടില്ല. ഈ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ മുടി വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥയുണ്ടാകും. ഷുഗറൊക്കെ ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും അതുപോലെ കരിയാനൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും, ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് എല്ലാ സ്ഥലത്തും കൊണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റിയും ഡോക്ടറിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇതിലേക്ക് കടക്കാവൂ.